ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെരുന്നാൾക്ക് പള്ളിയിൽ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കും പോയിരുന്നു കേട്ടോ സഹായത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇക്ക ഇറച്ചി കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് കുറച്ച് ബോട്ടിയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നതും വോയിസ് വിടുന്നതൊക്കെ. അങ്ങനത്തെ ബോട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു അർപ്പക്കിടക്ക അല്ലേ കാണാൻ. ഇത് ഇക്ക നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴുകി കൊണ്ടു വെച്ച പിന്നെ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ കാണണല്ലേ, അതാണ് കാണാൻ വയ്യാത്തത്. അതിൻ്റെ സ്മെല്ലും തന്നെ ഭയങ്കര തന്നെ ആവില്ലേ, കഴിച്ചവർക്കൊക്കെ അറിയുന്നുണ്ട്. അങ്ങനത്തെ ക്ലീൻ ആക്കിയ ബോട്ടിലൊക്കെ അത്യാവശ്യത്തിന് ഉപ്പും അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ വേറെ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് കാണട്ടെ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി വൈകിയത്. അങ്ങനത്തെ നല്ലോണം മിക്സ് ചെയ്ത് ഇത് കുക്കറിലിട്ടു. പിന്നെ ഇത് ഒന്ന് വിസിലടിപ്പിക്കാതെ വിചാരിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ വിസിൽ വേണം, എന്നാലും ഇട്ടത് വേവുള്ളൂ. അങ്ങനത്തെ പിന്നെ 2 തക്കാളിയും അതുപോലെ തന്നെ 2 വലിയ ഉള്ളിയും 2 പച്ചമുളകും പിന്നെ അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമല്ലിയില്ലേ അത് പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ അത്യാവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്താണ് കേട്ടത്. അപ്പോൾ ഇത് വിസിലടിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അകത്ത്. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ആ സ്മെല്ല് തന്നെ പോയത്. നമ്മൾ ഫിനിമോൾക്കൊന്നും തീരെ പിടിക്കില്ല കേട്ടോ സ്മെല്ല്. എന്താ വെച്ച് മണക്കണമെന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഇത് കുറച്ച് ചപ്പും വേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടുകൊണ്ട് അതൊന്നുണ്ട് ഉഷാറാക്കി എടുത്തു കേട്ടോ. സ്മെല്ല് പിടിക്കില്ല എന്നുണ്ടെങ്കിലും വന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ലതായിരിക്കും. പിന്നെ ഇത് ഒരു കുഞ്ഞു പാനിലോട്ട് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഇത് പിന്നെ മീറ്റ് മസാലയും 2 ചുവന്ന മുളകും 2 വേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടി ഉണ്ട് റെഡിയായി. പിന്നെ ഒന്ന് ഉച്ചക്കത്തെ കൂട്ടാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറുണ്ടാക്കിയിരുന്നു, അതുപോലെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ തക്കാളി ചാലിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് മടപ്പിക്കാന്ന് വെച്ചു. പിന്നെ ഇത് അലക്കാനുള്ളതൊക്കെ അലക്കി വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കണേ. ചളിയുള്ളതൊക്കെ ഞാൻ കല്ലിൽ അലക്കിയിട്ടാണ്, ബാക്കിയുള്ളത് മെഷീനിൽ ഇട്ടു കേട്ടോ. അങ്ങനെ ഇട്ടാ ഇന്ന് ചെയ്തത്. പിന്നെ എന്നിട്ട് ചെറുതായിട്ട് മഴ അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിക്കലും ഡ്രസ്സ് ഉണക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ട. പിന്നെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയതിൻ്റെ മാവുണ്ടായിരുന്നു കേട്ടോ, ലേശം പഴംപൊരിൻ്റെ മാവുണ്ടായിരുന്നു കേട്ടോ. അതിലൂടെ ഒരു നേന്ത്രപ്പഴവും പിന്നെ അത്യാവശ്യത്തിന് പഞ്ചസാര ഏലക്കായ ഇട്ടുകൊണ്ട് മിക്സിയിൽ നല്ലോണം എന്നുണ്ട് അടിച്ചെടുത്തോട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഫിനിമോള് മേലാഞ്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്ന് ചായക്കടി ആദ്യം മോപ്പിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ആ മാവ് അവിടെ അങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ പിന്നെ ഉണ്ണിയപ്പം വെറുതെ ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ട്. ഞാൻ മാവ് അരച്ച് വെക്കൊന്നും ചെയ്തിരുന്നില്ല, ഞാൻ അരച്ച് വെച്ച ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. കണ്ടില്ലേ, നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഴംപൊരിക്കുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മൈദയും ഒരു ഇത്തിരി ഗോതമ്പ് പൊടിയും ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ഇത്തിരി പഞ്ചസാരയും ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ പഴംപൊരി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിനായപ്പോൾ ഞാൻ ഒരു ഇത്തിരി തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി അതൊന്ന് അരിഞ്ഞെടുത്തോട്ട് അതിലിട്ടു കേട്ടോ. അങ്ങനത്തെ ആദ്യം ഉണ്ടാക്കിയ ആ സ്പോട്ടിൽ തന്നെ ചൂടോടെ തന്നെ നമ്മുടെ അയൽവാസി വീട്ടിലേക്കാണ് കൊടുത്തു കേട്ടോ. അവർ ചൂടോടെ തന്നെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും മഴയല്ലേ, അപ്പോൾ പിന്നെ മഴൻ്റെ കൂടെ ചൂടുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയല്ലേ അല്ലേ. അങ്ങനത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറ്റത്ത് നടന്നു കേട്ടോ. അയൽവീട്ടിലും പിന്നെ മുത്തച്ഛൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നിട്ട് അതിനുശേഷം പിന്നെ മഴ പിന്നെ എല്ലാവരും മേലൊക്കെ കഴിഞ്ഞ് നിസ്കാരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുക്ക് പൊതിയാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ബുക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേട്ടോ, 2 പേർക്കും പൊതിയാനുണ്ട്. ഫിലിമോൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ബുക്കും കിട്ടിയിട്ടുണ്ട്, ഷിബിലിമോൾക്കാണെന്നുണ്ടെങ്കിൽ എല്ലാതും കിട്ടിയിട്ടുണ്ട്. ഷിബിലിമോൻക്ക് ഇനി 2 ഇനിയും കിട്ടാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നിലത്ത് ഇരുന്നിട്ടോ ബുക്ക് എപ്പോഴും പൊതിയാണെങ്കിൽ ഇങ്ങനെ കേട്ടോ പൊതിയാറ്. നിലത്താകുമ്പോൾ നല്ലോണം റോള് നല്ലോണം വിരിച്ചിട്ട് നല്ലപോലെ പിന്നെ പൊതിഞ്ഞെടുക്കല്ല എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫിലിമോളാണെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുള്ളൂ. അവൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കൊരു റോളിൻ്റെ കഷ്ണം തരും വെച്ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവളുടെ കളി കളിക്കുന്നത്. ഷിബിലിമോന് കൂടെ ഇല്ലാത്ത എന്തോ അവന് ഷർട്ട് ഇട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കൂടെ ഇല്ലാത്തത്. അവന് പൊതി തന്നെയാണ് കേട്ടോ, ടേബിളിൽ ഇരുന്നിട്ട് അവൻ്റെ പൊതിച്ചെല്ലാം അങ്ങനെ പൊതിയുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞിട്ടോ, ബാക്കി പിന്നീട് പൊതിയാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കും വേണ്ടേ. അപ്പോൾ അതെ ബാക്കി പുസ്തകങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ടേബിളൊക്കെ ക്ലിയർ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിബിലിമോൻക്കും ഫിനിമോൾക്കും കൊണ്ടുപോകാനുള്ളതൊക്കെ ബാഗിലേക്ക് തന്നെ എടുത്ത് വെച്ച് ടേബിളൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.